നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഇന്ന് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ റിയൽമി 8S 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. റിയൽമി 8 സീരീസിൽ നിരവധി സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കി. റിയൽമി 8, റിയൽമി 8 Pro തുടങ്ങി നിരവധി ഫോണുകൾ വന്നു. ആ ഒരു 8 സീരീസിൽ പുതുതായിട്ട് പുറത്തിറക്കാൻ പോകുന്ന 5G സ്മാർട്ട് ഫോണാണ് റിയൽമി 8S. അപ്പോൾ ഈ ഒരു ഫോൺ 5G സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 810 5G എന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ലോകത്തിലെ തന്നെ ആദ്യ സ്മാർട്ട് ഫോൺ ആവുകയാണ് റിയൽമിയുടെ 8S. അപ്പോൾ നമുക്ക് പരിശോധിക്കാം റിയൽമി 8S 5G എന്ന ഫോണിന്റെ വിശേഷങ്ങൾ. ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമി 8S 5G എന്ന ഫോൺ വരുന്നത്. സാധാരണ റിയൽമിയുടെ ഒരു ടിപ്പിക്കൽ യെല്ലോ ബോക്സ്. ഇവിടെ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 8S 5G എന്ന് എഴുതിയിരിക്കുന്നു. റിയൽമി എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് റാം വേരിയന്റ് 8GB റോം വേരിയന്റ് 128GB കളർ വന്നിട്ട് യൂണിവേഴ്സ് ബ്ലൂ എന്ന കളർ വേരിയന്റും. ഇനി സാർ വാല്യൂ അറിയേണ്ടവർക്ക് കൂടി അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. 1.131 ഹെഡിനും ബോഡിക്ക് 0.986 മാത്രം വിത്തിൻ ലിമിറ്റ്. അപ്പോൾ ഈ സാർ വാല്യൂ നോക്കി ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ പേർ. പക്ഷേ ഓർക്കുക, എപ്പോഴും സാർ വാല്യൂ ഒരു ലിമിറ്റിനുള്ളിൽ ഉള്ള ഫോണുകൾ മാത്രമേ ഇന്ത്യയിൽ വിൽക്കാനാകൂ എന്ന് ഓർമ്മിക്കട്ടെ. ഈ അനുവദനീയമായിട്ടുള്ള സാർ വാല്യൂ ഉണ്ട്, അതിൽ താഴെയുള്ള ഫോണുകളിലെ ഇന്ത്യയിൽ വിൽക്കാനാവും. അപ്പോൾ അതൊരു വലിയ വിഷയമല്ല. എന്നിരുന്നാലും സാർ വാല്യൂ പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷേ സാർ വാല്യൂ കുറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, ഫോണിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സാർ വാല്യൂ കുറഞ്ഞ ഫോണുകൾ ഈ സിഗ്നൽ സ്ട്രെങ്ത് കുറവുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടാതെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. എളുപ്പവാ. യെസ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ ബോക്സ്, അതിനകത്ത് എഴുതിയിരുന്നു ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി റിയൽമി. ഓക്കെ, നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നു. ഫോൺ തൽക്കാലം മാറ്റി വയ്ക്കാം, വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ. അപ്പോൾ ഒരു വലിയ ബ്രിക്കാണ്, അതുകൊണ്ട് തന്നെയും ചാർജർ ആയിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ നൽകിയിട്ടുണ്ട്, USB Type-C. ഇതിനകത്ത് സിം ഇജക്ടർ പിന്നും നൽകിയിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തേക്ക് എടുക്കാത്തത് നമുക്ക് ഈ ഫോണുകളെല്ലാം തിരിച്ചു കൊടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. എനിവേ, ഈ കാണുന്ന പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചെറിയൊരു ഗ്രേഷ് കളറാണ്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ കളറല്ല, ഒരു ഗ്രേഷ് ആയിട്ടുള്ള ടോൺ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് നമുക്ക് സേഫ്റ്റി ഗൈഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ആ ഒരു കവറും പുറത്തേക്ക് എടുക്കുന്നു. ഞാൻ ഇതുവരെ ഈ ഒരു ഫോൺ കണ്ടില്ല, നിങ്ങളോടൊപ്പം കാണാൻ പോവുകയാണ് ഇതിൻ്റെ ബാക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. യെസ്, നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ലൊരു പ്രീമിയം ലുക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട്, അടിപൊളി. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. പക്ഷേ കണ്ടാൽ ഗ്ലാസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഗ്ലാസ് ആണെന്നേ തോന്നുന്നു. നല്ല ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഫിംഗർ പ്രിൻറ്റ് പതിയുന്നില്ല, അതൊരു വലിയ കാര്യമാണ്. ഇവിടെ ഇതുപോലെ റിയൽമി എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ബാക്കിലേക്ക് നോക്കുമ്പോൾ ക്യാമറകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വല സൈഡിലാണ് പവർ ബട്ടൺ. ആ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം. താഴെ സ്പീക്കർ ഗ്രില്ലിൽ ചാർജിങ്ങിന് USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ ആണ് വോളിയം റോക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. അപ്പോൾ ചില ഫോണുകളിൽ വലത് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് വരുന്നത്, ഇവിടെ വോളിയം റോക്കേഴ്സ് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നു. ഇനി നമുക്ക് സിം ട്രേ കൂടി ഒന്ന് അറിയാം. ഞാൻ ഈ ഒരു ഫോണിനകത്ത് പ്രതീക്ഷിക്കുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. നോക്കട്ടെ. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നമുക്ക് ഒരേ സമയം തന്നെ 2 നാനോ സിം കാർഡുകളും മെമ്മറി കാർഡും ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക, ഇതിനകത്തൊരു ലൈറ്റ് ഫ്ലെയർ ഒക്കെ നമുക്ക് ഇങ്ങനെ ലൈറ്റിലേക്ക് പിടിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലോസി ലൈറ്റ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു ഡിസൈൻ റിയൽമി വിളിക്കുന്ന പേര് ഇൻഫിനിറ്റ് സ്റ്റാർ ഡിസൈൻ എന്നാണ്. വെയിറ്റ് പറഞ്ഞാൽ 191 ഗ്രാം ഭാരം, അണ്ടർ 200 ഗ്രാം ആണ്. ഡീസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. തിക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ 8.8 മില്ലിമീറ്റർ തിക്നെസ് മാത്രമേ ഉള്ളൂ, അതും ഓക്കെയാണ്. ഈ ഒരു ഫോൺ 2 കളർ വേരിയന്റുകളിലാണ് ലഭ്യമാവുക, യൂണിവേഴ്സ് ബ്ലൂ, യൂണിവേഴ്സ് പർപ്പിൾ. അപ്പോൾ ബ്ലൂ പർപ്പിൾ നമ്മൾ പരിശോധിക്കുന്നത് ബ്ലൂ കളർ വേരിയന്റ് ആണ്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ ഫോണിന്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഒരു ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 90 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ഡിഫോൾട്ടായിട്ട് 60 ഹെഡ്സ് ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയും നല്ലൊരു റെസ്പോൺസ് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്.
ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 600 നിറ്റ്സ് ആണ്. നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും അതുകൊണ്ട് തന്നെയും വലിയ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നല്ല ബ്രൈറ്റ്നസ് ഉള്ളൊരു ഡിസ്പ്ലേ തന്നെ നൽകിയിരിക്കുന്നു. ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിലേക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 810 5G എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോസസ്സറുമായിട്ട് ഈ തരത്തിലൊരു ഫോൺ എത്തുന്നത്. അപ്പോൾ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 800U എന്ന പ്രോസസ്സർ ഉപയോഗിച്ച ഫോണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് 810 ആണ്. അപ്പോൾ 800-നേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോസസ്സറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോൺ ഞാൻ പറഞ്ഞില്ല, ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രഡിക്ഷൻ പറയാനും സാധിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമൊക്കെ കളിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റൂ. ഉറപ്പിക്കാം മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സർ നൽകും. കാരണം 800U എന്ന ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള പ്രോസസ്സർ ഉപയോഗിച്ച നിരവധി ഫോണുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് 810 ആണ്. ഇതിപ്പം നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് ഈ ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിച്ച് നോക്കിയത്. ലോ ഗ്രാഫിക് ക്വാളിറ്റിയിൽ മീഡിയം ഫ്രെയിം റേറ്റിൽ നല്ല രീതിയിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോണിനകത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് സ്മൂത്തായിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് നല്ല ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഗെയിമിൽ നല്ല സ്മൂത്തായിട്ട് കളിക്കാനും പറ്റുന്നുണ്ട്. 2 വേരിയൻ്റ് ആണ്, 6GB 128ഉം 8GB 128ഉം. അതുപോലെ ഇതിനകത്തുള്ള റാം LPDDR4X റാം ആണ്. UFS 2.1 ആണ് സ്റ്റോറേജിനായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ വെർച്വൽ റാം ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 5GB വരെ നമുക്കിതിൻ്റെ റാം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB റാം വേരിയൻ്റ് മേടിച്ചാൽ 13GB റാം വരെ ഇത് റാം കൂടുതൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇതിൻ്റെ റാം ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് 5GB കടം കൊണ്ടുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അത്തരമൊരു ഫീച്ചറും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് 5000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നൽകിയിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ട്. അപ്പോൾ ഡീസൻ്റ് എന്നല്ല, ഒരു മികച്ച ബാറ്ററി സൈഡ് തന്നെ നൽകിയിരിക്കുന്നു. 33 വാട്ട് വിത്ത് 5000 mAh എന്ന് പറയുന്നത്. ഇനി ക്യാമറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. കണ്ടാൽ 4 ക്യാമറ ഉണ്ട് എന്ന് തോന്നും. ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാം. അവിടെ 3 ക്യാമറ ഒരു L ഷേപ്പിലിരിക്കുന്നു. അതിൽ പ്രൈമറി ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറിയും ടേർഷറിയും 2 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോയുമാണ്. അപ്പോൾ അതൊരു പേരിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നു. പക്ഷേ പ്രൈമറി ക്യാമറ ഓക്കെയാണ്. ഇനി സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ ഡിസ്പ്ലേയുടെ മുകളിൽ ഇടത് സൈഡിലായിട്ട് പഞ്ച് ഹോളിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസറും നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ക്യാമറ ആപ്പിലേക്ക് വരുമ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് ഓപ്ഷൻ, അതുപോലെ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് 64 മെഗാ പിക്സലിൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ, മോറിലേക്ക് വരുമ്പോൾ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, എക്സ്പേർട്ട് അതായത് പ്രോ മോഡ്, അതുപോലെ പനോരമിക് ടെക്സ്റ്റ് സ്കാനർ, അൾട്രാ മാക്രോ എന്നീ ഫീച്ചറുകളും ഫോണിൻ്റെ ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഫോൺ ട്രിപ്പിൾ ബാൻഡ് വൈഫൈ സപ്പോർട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ അടുത്തിടെ പരിചയപ്പെട്ട ഫോണുകളൊക്കെ ഡുവൽ ബാൻഡ് വൈഫൈ ആണ്. 2.4 GHz 5 GHz ആണ് സപ്പോർട്ട് കണ്ടിരുന്നത്. പക്ഷേ അതും ചില ഫോണുകൾ 2.4 GHz മാത്രം സപ്പോർട്ടുള്ള കുറഞ്ഞ ഫോണുകൾ കണ്ടു. ഇതിനകത്ത് 3 വ്യത്യസ്ത ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെടുന്ന ഒരു ട്രിപ്പിൾ ബാൻഡ് വൈഫൈ സപ്പോർട്ടുള്ള ഫോൺ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ഫോണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.1. ഇതിനകത്തുള്ള 5G ബാൻഡുകളെ കുറിച്ച് പറഞ്ഞാൽ 7ലധികം 5G ബാൻഡുകളുടെ സപ്പോർട്ടുണ്ട്. ഓക്കെ, ഡീസൻ്റ് ആണ്. ഡുവൽ 5G ഡുവൽ സ്റ്റാൻഡ് ബൈ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം സ്ലോട്ടിലും വേണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത സമയങ്ങളിൽ നമുക്ക് 5G സിം കാർഡുകൾ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ സെൻസറുകളെ പറ്റി പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇത്തരത്തിൽ പവർ ബട്ടണിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവ എത്രത്തോളം ഫാസ്റ്റാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കായി. ചെറിയ ഒരു ടച്ചിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഫാസ്റ്റാണ്. അടുത്തതായിട്ട് ഫേസ് അൺലോക്ക്, അതും വളരെ ഫാസ്റ്റാണ്. മുഖത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ റിയൽമി ഫോണുകളിലൊക്കെ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നാൽ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2 ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കിയാൽ കുറച്ച് ആപ്ലിക്കേഷൻസ് അധികമായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ആപ്ലിക്കേഷൻസ്, അതായത് സ്നാപ്ചാറ്റ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആമസോൺ പ്രൈം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ജോഷ്, ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഒരുപാടില്ല, എന്നിരുന്നാലും ഒരു 3-4 ആപ്ലിക്കേഷൻസ് കുറച്ച് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണാം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ മോണോ സ്പീക്കറാണ്.
പക്ഷേ നല്ല വോളിയം ഉണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ്. ഇതൊരു സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നുവെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഈ ഫോണിൻ്റെ പ്രൈസിങ് അറിവായിട്ടില്ല എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രൈസും കൂടെ നോക്കിയിട്ട് വേണം പറയാൻ സ്റ്റീരിയോ വേണമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. പ്രൈസ് അറിവായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എത്രയായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാനും പോലും സാധിക്കുന്നില്ല. കാരണം പുതിയ പ്രോസറും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട്, സത്യസന്ധമായിട്ട് പറയുന്നു. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി തന്നെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഒരു വ്യൂയിങ് ആംഗിളൊക്കെ നോക്കിയാലും മറ്റു പ്രശ്നമില്ല. അതായത് ഈ സൈഡിലൂടെയൊക്കെ നോക്കിയാലും ചില ഫോണുകൾ വില കുറഞ്ഞ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ സൈഡിലൂടെ നോക്കുമ്പോൾ ഒരു വെളുത്തിരിക്കുന്ന പോലെ തോന്നും. അതൊന്നും ഇല്ല, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ എന്തായാലും ഈ ഒരു ഫോണത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അടുത്തത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ കാണുന്ന സമയത്ത്, വീഡിയോ കാണുന്ന സമയത്ത് ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. അപ്പോൾ മാത്രമേ പ്രൈസ് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം, പറ്റുമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.